വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ലോകം കണ്ട നിഷിദ്ധനായ നേതാവ്, സത്യത്തിന്റെ വിത്തായ ലോകത്തിന്റെ മുത്തായ കാരുണ്യക്കടലായ സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയായ നായകൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1501 ജന്മദിന ആഘോഷ പരിപാടി ജനകോടികൾ ലോകത്തെല്ലാ ദിക്കുകളിലും വളരെ സമുചിതമായി ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോക ജനതയിൽ നിന്ന് ഉണ്ടാവേണ്ട ഒരു നന്ദി പ്രകടനം തന്നെയാണിത്. കാരണം ലോകത്തിന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിലൂടെ നമുക്ക് സാധ്യമായത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഓ പ്രവാചക പ്രഭു, സർവ്വലോകത്തിനും അനുഗ്രഹീതമായിട്ടല്ലാതെ തങ്ങളെ നാം യോജിച്ചിട്ടില്ല. ഓ മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും, മാലാഖന്മാർക്കും, ഭൂതവർഗത്തിനും, സർവർക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മം വലിയ അനുഗ്രഹം തന്നെയാണ്. തങ്ങളെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പ്രപഞ്ച ഘടകം തന്നെ അള്ളാഹു സൃഷ്ടിച്ചത്. ഓ നബിയെ, അങ്ങയെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ച ഘടകം ഒന്നും തന്നെ നമ്മൾ സൃഷ്ടിക്കുമായിരുന്നു. നാം എവിടെ ജനിച്ചതും നമ്മൾ മുസ്ലിമായതും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ കാരണക്കാരൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മമല്ലേ. അതുകൊണ്ട് നമ്മൾ കാണിക്കേണ്ട നന്ദിയല്ലേ ഇത്? മനുഷ്യ സഹജമാണ്. നന്ദിത്തോടെ നമ്മുടെ ഈമാനിന്റെ ഭാഗവും ബാധ്യതയുമാണ്. അതുകൊണ്ട് ഈ മീലാദാഘോഷ പരിപാടി നടത്തുക എന്നുള്ളത് ബുദ്ധി ഉള്ള ഒരാളും തന്നെ സമ്മതിക്കാതിരിക്കില്ല, അതിനെ വിമർശിക്കില്ല, അതിനെ എതിർക്കില്ല, അതിനെ പുച്ഛിക്കുകയില്ല, അതിനെ പരിഹരിക്കില്ല. സന്തോഷം ബുദ്ധിജീവികൾ സ്വീകരിക്കും. കാരണം ഇത്ര വലിയ അനുഗ്രഹം വേറെയില്ല. ഇവിടെ കൃഷ്ണകാലയളവിൽ നിമിഷങ്ങൾ നടത്തിയ നവോത്ഥാനം അതുല്യമാണ്. ശ്രീ സമുദ്ധാരണം, സത്യവും സമത്വവും സമാധാനവും വഹിക്കും ലോകത്ത് സുസ്ഥിരമാക്കാൻ വലിയ ജീവൻ മരണ പോരാട്ടമാണ് മുത്തനബി സല്ലല്ലാഹു അവസാന കാലം വരെ ലോകത്തോട് വിട പറയുന്നവരെ നടത്തിയത്. പ്രാക്ടിക്കലായി കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അവിടെ നിന്ന് ഇവിടെ വിട്ടുപിരിച്ചത്. ആ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കൽ നമ്മുടെ ഒരു ഈമാനികമായ ബാധ്യത കൂടെയാണ്, സ്നേഹപ്രകടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദി കെട്ടവരാണ് ആഘോഷത്തിൽ പങ്കുചേരാത്തത്. ബുദ്ധിയില്ലാത്ത കൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് എല്ലാവരും മീലാദാഘോഷ പരിപാടി ശക്തിപ്പെടുത്താൻ, പ്രവാചക ചെയ്തിലേക്ക് തിരിച്ചു വരാൻ ഒരു പ്രതിജ്ഞയെടുക്കാം. ഈ മഹത്തായ റബീഉൽ അവ്വൽ തയ്യാറാവുന്ന സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും 1000 മീലാദ് ആശംസകൾ നേർന്നുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.